ബോബ് മാർലി കഞ്ചാവല്ലേ? മരണപ്പെട്ട് 4 പതിറ്റാണ്ടുകൾക്കിപ്പുറവും ലോകം ആഘോഷിക്കുന്ന ഒരു പേര്. CNN നടത്തിയ ഒരു സർവേ പ്രകാരം ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട 5 വ്യക്തിത്വങ്ങളിൽ ഒരാൾ. വെറും 36 വർഷക്കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന ജനങ്ങൾക്കിടയിൽ അത്രയും വലിയ സ്വാധീനം നേടിയ പാട്ടുകാരൻ ബോബ് മാർലി. 100 Days 100 Stories, Day 67. ചില പിക്ചോറിയൽ ദുരുപയോഗം മൂലവും സാമൂഹിക കാഴ്ചപ്പാടുകൾ കൊണ്ടും മലയാളികൾക്കിടയിൽ കഞ്ചാവിന്റെ ബ്രാൻഡ് അംബാസിഡറായി കണക്കാക്കുന്ന ലഹരിക്കടിമയായ ഒരാളായി മാത്രം കണക്കാക്കുന്ന ബോബ് മാർലി എന്നാൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരിയായ ഗായകനായിരുന്നു. ജമൈക്ക എന്ന കൊച്ചു രാജ്യത്തെ ലോകത്തിന് മുഴുവൻ പരിചയപ്പെടുത്തിയ പ്രതിഭയായിരുന്നു. ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന്റെ കാലത്ത് 60 വയസ്സുകാരനായ ബ്രിട്ടീഷുകാരൻ നൊവാൽ സിന്ദേർ മാർലിയുടെയും സ്റ്റെല്ല മാൽക്കം എന്ന വെറും 18 വയസ്സ് മാത്രമുള്ള ജമൈക്കൻ യുവതിയുടെയും മകനായി 1945 ജനിച്ച മാർലിയുടെ കുട്ടിക്കാലം മുഴുവൻ വംശീയ വെറിയുടെ തിക്താനുഭവം നിറഞ്ഞതായിരുന്നു. ജനിച്ച കുഞ്ഞിന്റെ നിറം കറുപ്പാണെന്നറിഞ്ഞ പിതാവ് ഉപേക്ഷിച്ച മാർലിയുടെ കുട്ടിക്കാലം അതീവ ദാരിദ്ര്യത്തിലായിരുന്നു. കുട്ടിക്കാലം മുതൽ താൻ അനുഭവിച്ച നേരിൽ കണ്ട വിവേചനത്തിൽ നിന്നുള്ള മോചനമായിരുന്നു മാർലിയുടെ സംഗീതം. സുഹൃത്തുക്കളുമായി ചേർന്ന് മാർലി തുടങ്ങിയ ബാൻഡിന് അവർ നൽകിയ പേര് വെയിലേഴ്സ് എന്നായിരുന്നു. നിലവിളിക്കുന്നവർ, കരയുന്നവർ, തകർന്നുപോയൊരു സാമൂഹിക വ്യവസ്ഥിതിയിൽ നിന്നും സമത്വത്തിനു വേണ്ടി, വിവേചനങ്ങളില്ലാതെ ലോകത്തിനു വേണ്ടി കരയുന്നവർ. ജമൈക്കയിലെ റസ്തഫാരി എന്ന മതവിശ്വാസിയായിരുന്ന മാർലി മതാചാരത്തിന്റെ ഭാഗമായി കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു. എന്നാൽ തലച്ചോറിനെ പ്രകമ്പനം കൊള്ളിച്ച സംഗീതമായിരുന്നു ലോകത്തിനായി മാർലി പകർന്നു നൽകിയ ഏറ്റവും വലിയ ലഹരി. ക്യാൻസർ രോഗബാധിതനായപ്പോഴും അതിനെ ചികിത്സിക്കാതെ വിട്ട് വേദനയോടെ അയാൾ ലോകത്തിനു വേണ്ടി പാടി. അയാളുടെ ഓരോ ട്രാക്കുകളും യൂറോപ്പിലും അമേരിക്കയിലും ഉൾപ്പെടെ വലിയ റെക്കോർഡ് വിൽപ്പന സൃഷ്ടിച്ചു. പരസ്പരം പോരടിച്ചിരുന്ന കലാപകലുഷിതമായ ജമൈക്കയുടെ രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്കായി 1978 ബോബ് മാർലി ഒരു കോൺസെർട്ട് നടത്തുകയുണ്ടായി. വൺ ലവ് പീസ് കോൺസെർട്ട്. കോൺസെർട്ടിന്റെ അവസാനം ലോകം അന്നേ വരെ കണ്ടതിൽ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഒന്നിന് സാക്ഷിയായി. ബോബ് മാർലി രണ്ടുപേരെ വേദിയിലേക്ക് ക്ഷണിച്ചു. ജമൈക്കൻ പ്രധാനമന്ത്രി മൈക്കിൾ മാൻലെ, പ്രതിപക്ഷമായ ലേബർ പാർട്ടിയുടെ നേതാവ് എഡ്വാർഡ് സീഗെ. പരസ്പരം പോരടിച്ചിരുന്ന ഇരു നേതാക്കളെയും കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് മാർലി സമാധാനത്തിനായി ആഹ്വാനം ചെയ്തു. ക്യാൻസർ പകർന്ന ഉള്ളുനീർന്ന വേദനയിലും ലോകത്തിന് വേണ്ടി പാടിയ ബോബ് മാർലി 1981 പാട്ടിന്റെ അരങ്ങൊഴിഞ്ഞു. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ബോബ് മാർലിയുടെ ചിത്രങ്ങൾക്കും ടീഷർട്ടുകൾക്കും ഒക്കെ അനൌദ്യോഗിക വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന സമയത്ത് BBC ലോകം കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച ഗായകരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അയാളെ ആഘോഷിക്കുകയായിരുന്നു. അടിച്ചമർത്തപ്പെട്ടവന്റെ സ്വാതന്ത്ര്യ അഭിലാഷങ്ങളുടെ ഉയർത്തുപാട്ട് പാടിയ പാട്ടുകാരൻ. ഗെറ്റ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ റൈറ്റ്സ്. Get up, stand up, don't give up the fight.